ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായി റാഹത്തായിട്ട് ഇരിക്കണം കേട്ടോ. വീട് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല, കാണിച്ചു തരാം കേട്ടോ മക്കളെ. ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കി ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയെന്നായിരിക്കൂലേ? സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. കഴിഞ്ഞ നോൽമ്പിനൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ നോൽമ്പിന് അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇരിക്കണം, നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ഇറക്കത്തിന് ഒരു കയറ്റുണ്ട് എന്ന മാതിരി നമ്മൾ ഒരുപാട് ക്ഷമ കാണിക്കുമ്പോൾ അതിന് റബ്ബ് റഹ്മത്തും ബർക്കത്തും ഒക്കെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ബഡ്ജറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. മഞ്ചേരി വലിയ ബഡ്ജറ്റിൽ കേട്ടോ. മലബാറിൻ്റെ അവിടേക്ക് ഇവിടുന്ന് ഒരു 2-3 മുത്തുമണികൾ നമ്മളെ കണ്ടു ഓടി വന്നു കേട്ടോ. എപ്പോഴും കാണുന്നത് തന്നെയാണ്. എൻ്റെ ശബ്ദത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒന്നാമത് സൗണ്ട് ഇങ്ങനെ ഓവറായിട്ട് എടുത്തിട്ടേ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. മക്കളോടായാലും എല്ലാവരോടും ഞാനിങ്ങനെ സൗണ്ട് എടുക്കണം, എന്നാലേ ഒക്കെ വണ്ടിയൊക്കെ ഒന്നും മുന്നിലേക്ക് പോവുള്ളൂ മക്കളെ. എൻ്റെ ഒരു ശബ്ദവും എനർജി ഇല്ലാഞ്ഞാൽ ഒക്കെ ഉറങ്ങിപ്പോവും. കട്ട റോട്ടിൽ കൂടെ വണ്ടി ഓട്ടണ പോലെയാണ് ഇപ്പോൾ അതൊക്കെ. അപ്പം നമ്മളൊന്നാണ് സ്പീഡ് ചാവിയാണ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ റോട്ടിൽ കൂടെ തന്നെ വണ്ടി പോകും കേട്ടോ. അപ്പോൾ ഇതാക്കണ ഒരുപാട് സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ നുള്ളി പൊറുക്കി എടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആഗ്രഹമില്ലാത്ത പോലെ ആരാ ഉണ്ടാവുക അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ വന്ന് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് പോകാൻ ഇവിടെ ഞാൻ ഇടക്ക് വരലുണ്ട് കേട്ടോ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലേഹം ഉണ്ടല്ലോ, ലേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഓഫർ നടക്കലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉണ്ടാവും. നെയ്യിനൊക്കെ നല്ല ഓഫർ വെക്കും. ഞാൻ 8 ലിറ്റർ അതേപോലെ 500-ൻ്റെ ഒരു 10 കുപ്പിയൊക്കെ ഞാൻ വാങ്ങണതാണ് നെയ്യ് കേട്ടോ. അതുപോലെ ബീറ്റ്റൂട്ട് ചിലപ്പോൾ നമ്മൾ ചന്തയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഫ്രഷ് സാധനങ്ങളായിരിക്കും ഇവിടേക്ക് എല്ലാം കേട്ടോ. സൂപ്പർ മാർക്കറ്റ് അല്ലേ, അപ്പോൾ ക്യാരറ്റൊക്കെ നല്ല റേറ്റ് കമ്മിയായിട്ട് കിട്ടും. അപ്പം നമ്മളിവിടെ വരലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്ത് പോകണതല്ലേ. അപ്പോൾ ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് നോൽമ്പൊക്കെ അല്ലേ. അപ്പം അങ്ങനെ പോകുന്നതാണ് ഞാൻ കേട്ടോ. പാൽപ്പൊടിയൊക്കെ 1/2 kg 200 രൂപയൊക്കെയാണ് പാൽപ്പൊടിക്ക് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1/2 kg ഇപ്പോൾ എനിക്ക് 150-നൊക്കെയാണ് തന്നിക്കണം. 160-150 ഒക്കെയാണ് തോന്നുന്നു കേട്ടോ. നല്ല റേറ്റ് കമ്മിയുണ്ട് എല്ലാ സാധനങ്ങൾക്കും. ഇപ്പോൾ നോൽമ്പൊക്കെ ആയിട്ട് ആയിരിക്കും. അപ്പോൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് പോവാമെന്ന് കരുതിട്ടോ. മില്ലിൽ പോയിക്കാണ്ട് മില്ലിൽ നിന്ന് ലേശം പൊടിയും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. എല്ലാ പ്രാവശ്യം അരി കേക്ക് നന്നാക്കി പൊടിച്ചലാണ് അല്ലേ. ഈ പ്രാവശ്യം അതിനൊന്നും കൂടിയിട്ടില്ല. ഇവിടെയും നന്നാക്കണം ഇവിടെയും നന്നാക്കണം. ഒരു 100 കൂട്ടം പണികളാണ് മക്കളെ. പിന്നെ സെയിലിങ് ഇതൊക്കെ ഓരോ പണികളാണ്. അപ്പോൾ നെയ്യിന് വില നോക്കുക കേട്ടോ. എനിക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ 6 kg ആണ് ഇഷ്ടം കേട്ടോ. മിൽമ രസമാണ്, പക്ഷേ ഞാൻ 6 kg ആണ് എടുക്കൽ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചും കഴിഞ്ഞ നോൽമ്പിന് പാത്തു 50 ഗ്രാമിൻ്റെ 100 ഗ്രാമിൻ്റെ കുപ്പിയാണ് വാങ്ങിയത് എന്നില്ലേ. അപ്പോൾ ഈ പ്രാവശ്യം 1/2 kg കുപ്പിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവുന്നേ. എല്ലാവരും ക്ഷമ കാണിച്ചാൽ മതി. അപ്പോൾ അതിന് ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിന് റബ്ബ് റഹ്മത്തും ബർക്കത്തും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാവണം. അതേപോലെ നമ്മളെ ഉമ്മമാരെ നോക്കലും എല്ലാ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മാനെയും മക്കളെയും ഭർത്താവിനെയും എല്ലാവരും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഒരുപാട് മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പറയാതെയും നിങ്ങൾക്കറിയാം അല്ലേ. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അന്നത്തെ വീഡിയോസിൽ കുറേ പറഞ്ഞിട്ടും കുറേ പറയാതെയൊക്കെ കഴിഞ്ഞു പോയതാണ് ഞാൻ. ഈ പ്രാവശ്യം അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ട് അങ്ങനെ പോണു. നോൽമ്പൊക്കെ അല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ തീർപ്പതി കേട്ടോ. വന്ന് എടുത്ത് പോവാനൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. എല്ലാവരും ചെയ്യണ പോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിക്കാണ്ട് എടുത്ത് വരുന്നത്. അന്നൊക്കെ കാക്കു പോയി വാങ്ങിക്കൊണ്ടല്ലേ ഇനി 200 തക്കാളിയോ 200 വല്ലുള്ളിയോ അങ്ങനെയൊക്കെ പോയി വാങ്ങിക്കൊണ്ടല്ലേ ഇനി കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെടുക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമല്ലേ, എനർജിക്കാണ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലേ. പിന്നെന്താ, നമുക്ക് നിങ്ങളെ സപ്പോർട്ടും കൂടി ഇല്ലോണ്ടാണ് കേട്ടോ. സപ്പോർട്ട് ഇല്ലോണ്ട് തന്നെയാണ് നമ്മളെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നിലനിന്ന് പോണത് തന്നെ. ഒരു എന്താ പറയുക, നിങ്ങളൊരു സപ്പോർട്ട്. പിന്നെ വീഡിയോസ് അല്ലാതെ ഇട്ടിട്ടൊന്നുമല്ല, നമുക്ക് അയിമന്ന് കിട്ടണമല്ല. നമ്മളെ ലേഹം കാര്യങ്ങളൊക്കെ ഉഷാറായി അൽഹംദുലില്ലാ റാഹത്തായി പോണു. ഇനി നോൽമ്പൊക്കെ അല്ലേ, കുറച്ച് ബ്രേക്ക് ഉണ്ടാവൂലേ. നോൽമ്പ് കഴിഞ്ഞിട്ടൊക്കെ ആളുകൾ വാങ്ങുന്നാലും അൽഹംദുലില്ലാ നമുക്ക് തിരക്കേടില്ലാത്ത അത് നിങ്ങളെ ഷെയർ ചെയ്ത് പോണോണ്ടാട്ടോ. നമ്മളെ ലേഹ്യം കഴിച്ചിക്കാണ്ട് നല്ല ചേഞ്ചിങ് ഉണ്ട് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത് പോണോണ്ടാണ് അത് കൂടുതലായിട്ട് കസ്റ്റമർ നമുക്ക് വരുന്നത്. അത് നിങ്ങളൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് മാറ്റം ഉണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ്. എപ്പോഴും ഞാൻ നിങ്ങളെ കൂടുതലായിട്ട് പറയണത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉയരങ്ങളിൽ എത്തണം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് ഇറങ്ങി പുറപ്പെട്ട്.
2-3 പ്രാവശ്യമൊക്കെ ഞാനിവിടെ വരലുണ്ട് മാസത്തിൽ കേട്ടോ. 2 പ്രാവശ്യമൊക്കെ എന്തായാലും വരലുണ്ട്. കാരണം സാധനം എടുക്കാൻ കേട്ടോ, നമ്മളെ ലേഹ്യത്തിനുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ ഇവിടുന്ന് എടുക്കും കേട്ടോ. ഇവിടുന്ന് വലിയ സൂപ്പർ മാർക്കറ്റാണ്, ബഡ്ജറ്റ് പറഞ്ഞാൽ വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അത് മലബാറിൻ്റെ അവിടെയാണ്, പുതുതായി തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ ഓഫർ നടക്കലുണ്ട് എല്ലാ കാര്യങ്ങളും. ആ നേരത്തെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യൊക്കെ നല്ല റേറ്റ് കമ്മിയാക്കി കണ്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ റേറ്റ് കമ്മിയൊക്കെ നമുക്ക് കിട്ടലുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെന്താ, ആ പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തു കേട്ടോ. ലേസീച്ച ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ നുള്ളി പൊറുക്കല മക്കളെ, വെച്ച് തീർപ്പതി കേട്ടോ. അതൊക്കെ മക്കളെയൊന്നും കൊണ്ടാതെ ഒഴിഞ്ഞു പോകണല്ലേ, നുള്ളി പൊറുക്കി എടുത്തുകാണ്ട് ഓല് തൂക്കിക്കാണ്ട് അയിമേൽ റേറ്റ് ഇടും കേട്ടോ. 1 കിലോനോ 2 കിലോനോ ഒന്നും അറിയില്ല, നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ട് ലേസം എടുക്കലാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തു, 2 ഓയിലിൻ്റെ പാക്കും എടുത്തു, സേമിയത്തിൻ്റെ പാക്കും എടുത്തു. ഇനി വെള്ളം കലക്കാൻ ഒരു പൊടി എടുത്തു, ഞാൻ 6 kg എടുത്തു കേട്ടോ. പിന്നെ നമ്മളെ സാബുവിൻ്റെ പൊടി എടുത്തു. പിന്നെ ആ മില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ 10 കിലോ പൊടിയും വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇപ്രാവശ്യം പൊടിച്ചാൻ കൂടിയില്ല. പിന്നെ മഞ്ഞളും മുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിയിട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മല്ലി ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, കൊത്തമ്പാലി അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇത് ഓഫർ നടക്കണം കേട്ടോ. 3000 സംതിങ്ങിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇത് ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. 949 ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ചട്ടി വാങ്ങാൻ. പത്തിരിൻ്റെ ആ ഒരു വറങ്ങലിച്ച ചട്ടിമ്മ 3 2 ഞാൻ ഒപ്പിച്ച് ചൂടലാണ്. റൗണ്ടും ഉണ്ട് ചതുരം ഉണ്ട് കേട്ടോ. അപ്പോൾ 1000 സംതിങ്ങിന് കൊടുക്കുന്നുണ്ട് ഓഫർ റേറ്റ് വെച്ച് കണ്ട് പറഞ്ഞപ്പോഴേ കാക്കുവിനോട് ഞാൻ ഇങ്ങനെ കച്ചറ കൂടിയേനെ. അപ്പോൾ അവിടെ നിന്ന് ഇരുത്താത്ത കണ്ടു കേട്ടോ. ആ നമ്മളെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്. എനിക്കിത് വേണം പറഞ്ഞു കാണ്ട് ഞാൻ കാക്കുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ കാക്കു പറഞ്ഞാൽ എനിക്ക് എല്ലാ ചപ്പും ചവറും വാങ്ങണം പറഞ്ഞപ്പോഴേ അത് നമ്മളൊരു ആഗ്രഹമാണല്ലേ. നമ്മൾ സ്വന്തം അധ്വാനിച്ച് കാണ്ട് അതിനൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കാണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ കാക്കു പറഞ്ഞാൽ എനിക്ക് മണ്ടിയൊക്കെ വാങ്ങിക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, താത്തമാരൊക്കെ വിളിച്ചുമ്പോൾ ഇങ്ങനെ പറയണ്ട, എൻ്റെ ആ പഴയ ചട്ടിയും കുടുക്കിയൊക്കെ ഒഴിവാക്കണം, എന്നാലേ അടുക്കളയിൽ ദാരിദ്ര്യം ഒഴിഞ്ഞു പോവുള്ളൂ എന്ന് എൻ്റെ 2-4 ഇത്താത്തമാർ വിളിച്ച് പറയലുണ്ട് കേട്ടോ, നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കി കരുതി കണ്ടൊക്കെ തന്നെയാണ് ആ ചട്ടിയൊക്കെ വാങ്ങണത്. അതൊരു പാത്രമാണ് കേട്ടോ, 3-4 പാത്രം. അതിനൊക്കെ 180 ഉറുപ്പ്യുള്ളൂ മക്കളെ. ഒരു 5 ടിന്ന് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ വീതം വെച്ച് വെക്കാറുണ്ട് കാണ്ടി. ഒരു പഞ്ചാരക്ക് ഒരു ടിന്ന് വാങ്ങാനാണ് ഈ ബത്തപ്പാട് കൂട്ടണത് കേട്ടോ. അപ്പോൾ അത് കളിയാക്കി കാണ്ട് കാക്കു പറയാൻ എനിക്ക് വെക്കാൻ വെക്കണില്ല എന്ന് കാണ്ടി കുറേ തിരക്കി വെച്ച് നോക്കി. അതുപോലെ വെച്ചണ മാതിരി നമുക്ക് വെക്കാൻ വെച്ച് അവസാനം അവിടെ തന്നെ വെച്ച് കാണ്ട് ഞാൻ പോന്നു കേട്ടോ. പിന്നെ ഇതാക്കണം ഒന്നെടുത്തു കേട്ടോ ഈ ഒരു അളക്ക്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരേണ്ടി എന്തൊക്കെയാണ് നീർക്കെടുത്തത് എന്നിട്ടോ. ഇത് ഞാൻ പഞ്ചാരക്ക് ഒരു അളക്ക് തരികയാണ് കേട്ടോ. മറ്റേതെന്താണോ അളക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഒന്നാമത് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറ്റതാവും. അപ്പം ഞാൻ എന്താ ഇട്ടിരിക്കണത്, നമ്മളെ ലേഹത്തിൻ്റെ കുപ്പികളുണ്ടല്ലോ, അപ്പോൾ അതങ്ങോട്ട് മല്ലി മുളകൊക്കെ ഇടാതിരിക്കാണ്ട് ഞാൻ ആ കുപ്പിയൊക്കെ കഴുകി നന്നാക്കുമ്പോഴത്തേന് മഞ്ഞളിൻ്റെ ഒക്കെ മഞ്ഞ കറ ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഇനി കുറച്ച് ഗ്ലാസ് വാങ്ങട്ടെ കേട്ടോ. കാക്കു പറഞ്ഞു എന്നോട് കുറച്ച് ഗ്ലാസ് വാങ്ങണം പറഞ്ഞു. എന്താണോ പൊട്ടണ ഗ്ലാസ് വാങ്ങിയാൽ ഇന്നയാളെ എൻ്റെ അവിടെ 10 ഗ്ലാസ് വാങ്ങും 100 ഉറുപ്പ്യക്ക്. അതേ വാങ്ങുള്ളൂ 10 ഉറുപ്പ്യേൻ്റെ ഗ്ലാസ്. അത് പിസ്കത്തരായിട്ടല്ല കേട്ടോ, എൻ്റെ മക്കൾക്ക് പൊട്ടിച്ചാനാണ്. എപ്പോഴും പൊട്ടിച്ചു കൊണ്ട് എന്നിട്ട് വിരുന്നാർ വരുമ്പോൾ എന്താ കാട്ടുക വെച്ചാൽ അപ്പുറത്ത് പോയിക്കാണ്ട് ഞാൻ ഇത് വാങ്ങി പോരലാണ് കേട്ടോ. ഗ്ലാസ് വാങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ പീടിയിൽ നിന്ന് 10 ഗ്ലാസ് വാങ്ങി പോരലാണ്. അപ്പം 10 ഗ്ലാസ് പൊട്ടണത് വാങ്ങിയാണ്ട് പാത്തക്ക സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഉപയോഗിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് വാങ്ങിക്കണം കേട്ടോ, ഒരാൾക്കായിട്ടല്ല എല്ലാവർക്കും 7-8 ഗ്ലാസ്. നമ്മളിവിടെ 8-9 ആൾക്കാരില്ല, എല്ലാവർക്കും ഓരോ ഗ്ലാസ് വീതമാണ് വാങ്ങി സ്റ്റീലിൻ്റെ. ഇനി ഇവിടുന്ന് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് കുടിച്ചാറുണ്ട് കണ്ട്. മറ്റേ എന്നും പടപടാറിന് ചില്ല് പൊട്ടിക്കാണ്ട് ഓടേണ്ട പണിയാണ് എനിക്ക് കേട്ടോ. കാരണം അത് അപ്പം തന്നെ ശരിയാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാലൊക്കെ കുത്തി കീറി മുറിയാക്കുമല്ലോ കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെന്താ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ, ഒന്നും ലൈക്ക് ചെയ്യുവേണ്ടി, മാക്സിമം ഷെയറും ചെയ്യുവേണ്ടി, സ്കിപ്പ് അടിച്ചാതെ കണ്ട് സപ്പോർട്ടും ചെയ്ത് തരുവേണ്ടി കേട്ടോ. പിന്നെ ലേഹം ഉണ്ടാക്കിയിരിക്കണ് ആ വണ്ടി പോലെ പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളി. നമ്മളെ അസ്ഥിയുരുക്കത്തിനും വെള്ളപ്പൂക്ക്, അതേപോലെ നമ്മളെ പീരിയഡ്സ് റെഗുലർ ആവാൻ, തടി നന്നാവാൻ, പ്രസവിച്ചെടുക്കണവർക്ക്
പാലുണ്ടാവാനും വേണ്ടിക്കാണ്ടൊക്കെയാണ് നമ്മളെ നെഡ്സ്ലെയ ഉപയോഗിക്കൽ കേട്ടോ. ചെറിയോല് വലിയോല് ആണുങ്ങൾ ഒക്കെ നല്ല ശരീര പുഷ്ടിക്കും വിശപ്പില്ലായ്മക്കൊക്കെ നമ്മളെ നെഡ്സിൻ്റെ എച്ചുമ്മ നെഡ്സ്ലെയ സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാ ആഴ്ചകളിലും നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. കാര്യമായിട്ട് നമ്മളെ ഈ ശരീരം മെലിച്ചിലിനും മസ്തിയുർക്കം ഈ വൈറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലൊരു മാറ്റം ഒരുപാട് കസ്റ്റമർ പറയലുണ്ട്. വാണ്ടിയോല് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ നമ്പർ വെക്കാൻ മറന്നുകണമെങ്കിൽ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ടി. എത്ര നേരം വൈകിയാലും ഞാൻ എടുക്കും കേട്ടോ. ഒരു ഉള്ളിക്കോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിക്കോട്ട നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിയാണ്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അത് വേഗം പൊട്ടും, അതിൻ്റെ കാല് കേടരും. അപ്പോൾ പിന്നെ അത് തേച്ചൊന്നാക്കാൻ ഞാൻ നിന്നില്ല. അതിൻ്റെ 2 കാല് കേടം നിൽക്കണം. അപ്പോൾ ഞാൻ പുതിയതൊന്ന് വാങ്ങി. ഇതിനും 180 അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ റേറ്റ്. ചട്ടിമക്ക് ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേ കാക്കുനോട് അറിയാം ബീഫ് കറിയൊക്കെ ചട്ടിയിൽ ഇങ്ങനെ വെക്കണം, അപ്പോൾ നല്ല രസമാണ്. സ്റ്റൂളിന് വില ഒഴിച്ചു കേട്ടോ. 4 സ്റ്റൂളല്ലേ നമുക്കുള്ളൂ. അപ്പോൾ സ്റ്റൂളിന് വില ഒഴിച്ചപ്പോൾ 300 റുപ്യ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. ഇതും അതേപോലെ കേട്ടോ. ഇതിനും റേറ്റ് കമ്മിയാണ്. ഈ 5 ബോക്സ് 1 2 3 4 5 ബോക്സ് കേട്ടോ. നമ്മൾ മറ്റേ എടുത്തില്ലേ, അപ്പോൾ അതേപോലെ അതിന് 180 ഇതിന് 169 കേട്ടോ റേറ്റ് വരുന്നത്. ശബ്ദം പോയിട്ടുണ്ട്, ശബ്ദമൊക്കെ പോയിക്കണം മക്കളെ ഒച്ചിട്ട് കാണ്ട്. പിന്നെ ഓരോ പണീൻ്റെ തിരക്കും കാര്യങ്ങളും വീട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മറക്കണമല്ല, ഓരോ തിരക്കിലാണ് വീട് ക്ലീൻ ചെയ്യട്ടെ എഴുതിയാണ്ട്. അപ്പോൾ ആ കൊട്ടയും വാങ്ങി 2 ജഗ്ഗും വാങ്ങി കേട്ടോ. ജഗ്ഗിന് ഒന്നിന് 98 ഒന്നിന് 68 അങ്ങനെ എന്തോണ്. ചെറിയ ചെറിയ പർച്ചേസിങ് നമ്മളെ കയ്യിൽ കൊക്കിൽ ഒതുങ്ങണത്. പിന്നെ വിലയും കാര്യങ്ങളും പിന്നെ ഓഫറില്ലേ അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് വാങ്ങിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ജഗ് നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് പാരാനേ. മറ്റേ സ്റ്റീലിൻ്റെ ഞാൻ നോക്കിയിട്ടോ, സ്റ്റീലിൻ്റെ കേട് നിൽക്കണം. അപ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ അത് ഇങ്ങനെ തുറക്കണ മോഡലുമാണ്. ഇതിന് 90 റുപ്യ തോന്നുന്നു കേട്ടോ. 68 98 തോന്നുന്നു ബക്കറ്റിന് കേട്ടോ. അപ്പോൾ ഒരു ബാത്റൂമുക്ക് ഒരു ബക്കറ്റും വാങ്ങി ഞാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഇങ്ങനെ സാധനമൊക്കെ ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുക്കാനില്ലേ. അപ്പോൾ കുറേ പൈസയൊക്കെ കൊണ്ടുപോകണം, എന്നാൽ രസമാണ്. അല്ലെങ്കിൽ പിന്നെ പേടിച്ച് ഇതേപോലെ നോക്കിയെടുക്കണം. എന്നാലും അൽഹംദുലില്ലാ ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്തു. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോയി എടുക്കാം അല്ലേ. എല്ലാം നുള്ളി പൊറുക്കണായിട്ട് കാക്കു അങ്ങനെ പെറുക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം എടുക്കേണ്ട ആവശ്യമല്ല മാത്രം എടുത്താൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാലേ വേണ്ടാത്ത ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എൻ്റെ പെരയിലൊന്നും ഇജാതി സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാണുമ്പോൾ ഒക്കെ എടുക്കാൻ പൂതിയാണ്. പിന്നെ എന്താണെന്ന് ഒന്നും എടുത്താൽ പോരാ, എല്ലാവർക്കും വേണ്ടി വരും. കുട്ടികളൊക്കെ ഒരേപോലെയല്ലേ. ഒരു കാസ്ട്രോൾ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ. പത്തിരി ചുടാലെ പാൻചട്ടി കിട്ടി, പക്ഷേ കാസ്ട്രോൾ കിട്ടിയില്ല കേട്ടോ. ഒരു കുണ്ട കാസ്ട്രോൾ വേണം പറഞ്ഞു ഞാൻ കാക്കുവിനോട്. ചെറിയ കാസ്ട്രോൾ കിട്ടിയിട്ട് കാര്യമില്ല. ഇതിന് 500 രൂപയാണ് കേട്ടോ ആ കാസ്ട്രോളിന്. അതും കുഴപ്പമില്ല, ഉഷാറാണ്, നല്ല ഉള്ളൊക്കെ ഉണ്ടായിട്ട്. പിന്നെ ഈ 2 പാത്രം ഇതിന് 265 ഉറുപ്പ്യാണ് കേട്ടോ. ഇതിന് ഒന്നിന് റേറ്റ് വരുന്നത്. ഒന്നിനോ 2 എണ്ണത്തിനൊറ്റ റേറ്റ്. ഞാൻ 2 എണ്ണം എടുത്തു കേട്ടോ. ഒന്ന് പൊടി ഇടാനും ഒന്ന് അരി ഇടാനും കേട്ടോ. ഒരു വൃത്തിക്ക് 2 പാത്രം അങ്ങനെ എടുത്തു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യണം കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഭയങ്കര അനുഭൂതി എന്നൊക്കെ പറയാമല്ലോ. ഇങ്ങനെയൊക്കെ ഉന്തി കൊണ്ടാനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇയാളെ പൂതി. കയ്യിൽ പൈസ വേണം. അപ്പം നമ്മളിപ്പോൾ ഒരു അധ്വാനം കാര്യങ്ങളും കച്ചവടമൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി പോണോണ്ടാണ് ഇങ്ങനെയൊക്കെ വാങ്ങാൻ ഒരു അവസരം കിട്ടിയത് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഒക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ അടച്ചു കാണ്ട് നമ്മൾ പോന്നു കേട്ടോ. പിന്നെ നമ്മളെ 2 ബക്കറ്റും പാൻചട്ടിയൊക്കെ കാക്കൂൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാ വീഡിയോയും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും വിളിച്ചുമ്പോൾ പറയും അടുക്കളയിലെ ചട്ടിയും കൊടുക്കുകയൊക്കെ നല്ലതൊക്കെ വെക്ക് റിഷ, പഴയതൊക്കെ ഒഴിവാക്ക്, എന്നാൽ തന്നെ റൗമത്തും ബർക്കത്തും എൻ്റെ അടുക്കളയിലേക്ക് വരും എന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ അതുപോലെ അത്യാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് ഒന്നൊരു വൃത്തിക്ക് ചെയ്യാനും വേണ്ടി അടുക്കളയിൽ വ്ളോഗ് ഇടുമ്പോൾ അല്ലേ ഒന്ന് ഉഷാറാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം.